അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകളുടെ സന്നിധിയിലാണ് രണ്ടാമത് ചലനമുണ്ടാകുന്നത്. ഒരാൾ റസൂലുള്ളാഹിന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 70 തവണ മലക്കുകൾ അയാൾക്ക് ഗുണം കൊണ്ട് പ്രാർത്ഥിക്കുമെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒന്നുകൂടെ ചൊല്ല്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഖ്ലാസോടെ ആരീ സദസ്സിലിരുന്നൊരു സ്വലാത്ത് ചൊല്ലിയോ അവർക്കെല്ലാം മലക്കുകളുടെ 70 ഗുണം കൊണ്ടുള്ള പ്രാർത്ഥന ലഭിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബികൾ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവും മഹാനായ ഇബ്നു മാജാ തങ്ങളും റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് മഹാനായ ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്നഹു ഖാൽ, മഹാനവർകൾ പറയുകയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യഖ്തുബു അല്ലാഹുവിന്റെ ഹബീബ് മിമ്പറിൽ വെച്ച് ഖുതുബയോതുമ്പോൾ പുണ്യനബി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടുവന്ന് ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു പറയാൻ വയഖാൽ മൻ സല്ല അലയ്യ സ്വലാ, ഒരാൾ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ലം തസലിൽ മലായിക തുസല്ലി അലൈഹി, അല്ലാഹുവിന്റെ മലക്കുകൾ അയാളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. സ്വലാത്ത് ചൊല്ലുന്നു പറഞ്ഞാൽ അയാൾ രക്ഷ കൊണ്ടും ഗുണ കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മാ സല്ല അലയ്യ, അവർ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴില്ല. ശ്രദ്ധിക്കണേ, ഒരാൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴില്ല അല്ലാഹുവിന്റെ മലക്കുകൾ അയാൾക്ക് ഗുണം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സ്വലാത്ത് കുറക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്തോളൂ, സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞത് സ്വലാത്തിന്റെ എണ്ണം കുറക്കാനല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, മലക്കുകളുടെ ദുആ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാരാ, അവർ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളുവെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹ്